ജയ്പൂർ കോട്ടണിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റിലുള്ള ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഡിജിറ്റൽ പ്രിന്റ് ആകുമ്പോൾ കുറച്ച് വലിയ ആ ഒരു പാറ്റേണിലേക്ക് ആണ് അതിന്റെ പ്രിന്റ് പോകുന്നത്. സാധാരണ നമ്മൾ ഇതെല്ലാം സൂറത്തിൽ നിന്നാണ് അങ്ങനത്തെ ഡിജിറ്റൽ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആകാറുള്ളത്. ഇപ്പൊ ജയ്പൂർ ചെന്നപ്പോൾ അവരും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് സെയിം ഫാബ്രിക് തന്നെയാണ്. അതായത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള 60s/60s ആയിട്ടുള്ള ആ ഒരു കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള പ്രിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പാറ്റേണിലുള്ള ഫാബ്രിക് നമുക്കൊന്ന് കണ്ടു നോക്കാം. 159 രൂപയാണ് 1 മീറ്ററിന് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുറച്ച് വലിയ പ്രിന്റുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതിന്റെ തന്നെ 2-3 കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത്. വലിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നത്തെ വീഡിയോനകത്തുള്ളതെല്ലാം തന്നെ. ഗ്രീനിനകത്തേക്കാണ് പ്രിന്റ് പോകുന്നത്. ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ്, ഒരു ഫ്ലോറൽ പാറ്റേണിൽ പോണ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ സീഷൽസിന്റെ ഒക്കെ ഒരു ഡിസൈൻസ് എന്ന് പറയില്ലേ, ആ ഒരു ഡിസൈനിലേക്കാണ് അത് പോയിട്ടുള്ളത്. സെയിം തന്നെ ഓഷ്യൻ ബ്ലൂ കളറിലേക്ക് പോകുന്നു. അതിനകത്തൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ റെഡ് കളറും അത് ആദ്യത്തെ ഗ്രീനിനകത്തും ഉണ്ടായിരുന്നു. എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ. പേസ്റ്റൽ ടോൺ പോലെ പോകുന്നു. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് വരും. ഇതൊക്കെ വെച്ച് കോട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ള സെറ്റ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു പിങ്കും പർപ്പിളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറിലേക്ക് പോകുന്ന പോലത്തെയാണ്. സെയിം പ്രിന്റ് തന്നെ ദേ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ടോപ്പും ബോട്ടും ഒരുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ നല്ലൊരു ഡിസൈൻ ആണ്. ലാസ്റ്റ് വൺ ബ്ലൂ ആണ് കേട്ടോ. പൗഡർ ബ്ലൂ ടോൺ എന്ന് പറയില്ലേ, ആ ഒരു ടോണിലേക്കാണ് പോകുന്നത്. അപ്പൊ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ്. ഏതാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡൗട്ട് വരുന്ന പോലത്തെയുള്ള കളേഴ്സിലാണ് ഇതിന്റെ പ്രിന്റുകളെല്ലാം തന്നെ പോയിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് കളർ കേട്ടോ. ഒരേ ഡിസൈനിന്റെ 4 കളേഴ്സ്. ഡിജിറ്റൽ പ്രിന്റ് ആണ്. 159 രൂപയാണ് 1 മീറ്ററിന് ഇതിന്റെ പ്രൈസ്. അപ്പൊ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി.